1600 കിലോമീറ്റർ ദൂരത്തുള്ള ഓഫീസിലേക്കും തിരിച്ചും ദിവസവും വിമാനത്തിൽ യാത്ര. ആനുകൂല്യങ്ങളടക്കം വാർഷിക ശമ്പളം 250 കോടിയിലേറെ രൂപ. പറഞ്ഞു വരുന്നത് ആഗോള കോഫി ബ്രാൻഡായ സ്റ്റാർബക്സിന്റെ പുതിയ സിഇഒ ബ്രയാൻ നിക്കോളിനെ കുറിച്ചാണ്. യുഎസിലെ കാലിഫോർണിയയിൽ താമസിക്കുന്ന നിക്കോൾ കമ്പനി ആസ്ഥാനമായ സിയാറ്റിലെ ഓഫീസിലേക്ക് എത്തുന്നത് 1600 കിലോമീറ്റർ ദൂരം വിമാനത്തിൽ യാത്ര ചെയ്താണ്. സിയാറ്റിലേക്ക് താമസം മാറില്ലെന്ന നിക്കോളിന്റെ നിബന്ധന അംഗീകരിച്ചാണ് അദ്ദേഹത്തെ സിഇഒ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ഓഫീസ് യാത്രയ്ക്കായി സ്റ്റാർബക്സ് നിക്കോളിന് പുതിയ ജെറ്റ് വിമാനവും അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളമായ 13.4 കോടി രൂപയ്ക്ക് പുറമെ ക്യാഷ് ബോണസ്, ഓഹരി വിഹിതം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയിലൂടെ 250 കോടിയിലധികം രൂപയാണ് നിക്കോളിന് വാർഷിക പ്രതിഫലമായി ലഭിക്കുക. നിക്കോളിനെ പോലെ കമ്പനികളിലെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജോലി സമയവും രീതികളും തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ജോലി സമയം സംബന്ധിച്ച് നടത്തിയ ഒരു പരാമർശമാണ് സ്റ്റാർബക്സ് മുൻ സിഇഒയും ഇന്ത്യൻ വംശജനുമായ ലക്ഷ്മൺ നരസിംഹന്റെ ജോലി തെറിപ്പിച്ചതെന്ന അഭ്യൂഹവും ശക്തമാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ജോലി ചെയ്യില്ലെന്നും ബാക്കിയുള്ള സമയം നഗരത്തിലെ ഏതെങ്കിലും ബാറിൽ പോകുമെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വൈറലായിരുന്നു. ഇതിന് പിന്നാലെയാണ് നരസിംഹനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതേസമയം കമ്പനിയുടെ വിൽപ്പന കുറഞ്ഞതാണ് നരസിംഹനെ മാറ്റാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. കോടികൾ ശമ്പളം കൊടുത്തെടുത്ത പുതിയ സിഇഒയുടെ കീഴിൽ കമ്പനിയുടെ വളർച്ച വേഗത്തിലാകുമെന്നാണ് സ്റ്റാർബക്സ് പ്രതീക്ഷിക്കുന്നത്.